മുഖം കാണാതെ കാൽപാദങ്ങൾ നോക്കി ആളുകളെ തിരിച്ചറിയുന്ന ഒരാളുണ്ട് തൃശ്ശൂരിൽ. അരിമ്പൂർ സ്വദേശി സജീവനാണ് 500 ജോഡി കാൽപാദങ്ങൾ നോക്കി അവരുടെ പേരുകൾ തെറ്റാതെ പറഞ്ഞതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. തൃശൂർ അരിമ്പൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സജീവൻ മച്ചാടത്ത്. സൂക്ഷ്മ നിരീക്ഷണവും ഓർമ്മശക്തിയും കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തി. കാൽപാദങ്ങൾ മാത്രം കണ്ട് ആളുകളെ തിരിച്ചറിയാൻ പ്രത്യേക കഴിവുണ്ട് സജീവന്. 2009 മെയ്യിൽ അരിമ്പൂർ പരക്കാട് UP സ്കൂളിൽ നടന്ന പരിപാടിയിലാണ് 500 പേരുടെ കാൽപാദങ്ങൾ നോക്കിയ ആളുകളെ തിരിച്ചറിഞ്ഞത്. തിരിച്ചറിഞ്ഞവരിൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടുന്നു. പ്രത്യേകം ഒരുക്കിയ മറക്ക് പുറകിലിരുന്ന് 2 കാലുകൾ മാത്രം നോക്കിയാണ് ആളുകളെ തിരിച്ചറിയുന്നത്. അരിമ്പൂരിൽ നടന്ന ഈ പ്രകടനത്തിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ 2011 നാഷണൽ റെക്കോർഡ് സജീവൻ കരസ്ഥമാക്കി. എനിക്ക് കഴിവ് തോന്നാൻ തന്നെ കാരണം വണ്ടിയിൽ വരുന്ന ആളുകളൊക്കെ ഞാൻ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ച് കുറേ ആളുകളൊക്കെ ആദ്യം നമുക്ക് ബൈഹാർട്ട് വരെ. പിന്നെ ഓട്ടോറിക്ഷ വേട്ടയിൽ തമാശയ്ക്ക് വേണ്ടി വെറ്റ് വയ്ക്കാറുണ്ട്. ടാക്സി വേട്ടയിലൊക്കെ അത് വെറ്റ് വെച്ചിട്ട് നമ്മൾ നിസ്സാര ചെറിയ ചെറിയ വെറ്റുകൾ ആ വെറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു 3 കൊല്ലമായിട്ട് ഗൾഫിൽ പോയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു കൊടുന്നു അയാളുടെ കാല് നോക്കാൻ പറഞ്ഞ് അയാളുടെ കാല് എനിക്ക് തെറ്റാതെ പറയാൻ പറ്റി. ഓട്ടോയിൽ കയറുന്ന ആളുകളുടെ കാലുകൾ നോക്കിയാണ് സജീവൻ അവരുടെ പേരുകൾ മനസ്സിൽ കുറിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് അരിമ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നാട്ടുകാരുടെ ആവശ്യപ്രകാരം സജീവൻ കാലുകൾ നോക്കിയ ആളുകളെ തിരിച്ചറിഞ്ഞു. സജീവന്റെ അപൂർവ കഴിവിനെ നാട്ടുകാർ ഉപഹാരം നൽകി ആദരിച്ചു. അരിമ്പൂര് സജീവൻ വളരെ അസാധാരണമായ ഒരു കഴിവിനുടമയാണ്. അദ്ദേഹം ഈ കാല് നോക്കിയിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്യും, ആളെ തിരിച്ചറിയും. 500 പേരുടെ പാദം നോക്കി അദ്ദേഹം ഒരു സ്ക്രീനിന്റെ പിന്നിൽ ഇരുന്നിട്ട് ഈ ആളുകൾ അതിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. അപ്പൊ അവരെ കാല് നോക്കിയിട്ട് ആളുടെ പേര് ആള് വിളിച്ചു പറയും. അപ്പൊ ഇങ്ങനെ വളരെ അനിതര സാധാരണക്കാരിൽ കാണാത്ത ഒരു സിദ്ധിവിശേഷത്തിന് ഉടമയാണ് അദ്ദേഹം. തന്റെ കഴിവുകളെ ഗിന്നസ് ബുക്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷി നിരീക്ഷകൻ കൂടിയായ സജീവൻ. ന്യൂസ് 18 തൃശൂർ.